രീതിക്ക് സൗണ്ട് ഫീൽ ചെയ്യാൻ പറ്റും. സ്റ്റിയറിംഗ് പ്ലേ ആയിട്ടോ ഈ കാണുന്ന ക്രോസിലാണ് സ്റ്റിയറിംഗ് ബോക്സ് വരുന്നത്. കണ്ടോ, ഭയങ്കരമായിട്ടുള്ള സൗണ്ടാണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ റാക്കും പിന്നീനും അടിക്കുന്ന സൗണ്ടാണ്. മൊത്തത്തിൽ മാറണം. വണ്ടി ഒന്ന് ആട്ടിക്കേ. വണ്ടി ഒരാൾ മേളിൽ നിന്ന് ആട്ടുമ്പോൾ വണ്ടി ലെഫ്റ്റ് റൈറ്റിലോട്ടും ടിക്കുന്ന സൗണ്ട് ഉണ്ടെങ്കിൽ ഈ ലിങ്കർ അവിടെ പോയിട്ടുണ്ട്. സൗണ്ട് കേൾക്കാം. കണ്ടോ ഈ സൗണ്ട് കേട്ടോ. ഈ സൗണ്ട് പോയെന്ന് വെച്ചാൽ ലിങ്കർ ആണ്. വണ്ടി ജസ്റ്റ് ഒന്ന് അനങ്ങുമ്പോൾ തന്നെ ടിക്കുന്ന സൗണ്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാം ലിങ്കർ ഓണാണ്. പഴയതായിട്ടുള്ള വർക്കിംഗ് നമുക്ക് ലോക്ക് എടുത്ത് നോക്കാം. കൈ എടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹൈറ്റ് കൂടി വരും. കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് ഹൈറ്റ് കൂടി. ഇത് താത്ത് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഹൈറ്റ് കൂടിയും വരും. എന്ന് വെച്ചാൽ ഗ്യാസും ഓയിലും ഉള്ള ടൈപ്പാണ്. നല്ല സ്മൂത്ത് ആയിരിക്കും. ഗബ്രിയലാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ വാഹനം ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. നമ്മൾ ആ കട്ടറിൽ വീണാലും ഓട്ടോമാറ്റിക്കായിട്ട് ഹൈറ്റ് കൂടി ഭയങ്കരമായിട്ട് സ്മൂത്ത്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. 2012 സ്വിഫ്റ്റ്. അപ്പോൾ ഇത് ഡീസൽ വേരിയൻ്റ് ആണ്, ടാക്സിയും കൂടിയാണ്. അപ്പോൾ ഇത് ഫ്രണ്ട് സസ്പെൻഷൻ നോയ്സാണ്. നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കംപ്ലയിൻറ്റ് നോക്കാനായിട്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് പോയി. അതുപോലെ തന്നെ 2 സ്റ്റഡ് കംപ്ലയിൻ്റ് ഉണ്ട്. ലിങ്കർ റോഡ്, ബാലൻസ് റോഡ്, ബുഷ്, ലോവർ ആം. അപ്പോൾ സസ്പെൻഷൻ മൊത്തത്തിൽ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ മൊത്തത്തിൽ ലിസ്റ്റ് എഴുതി കൊടുത്തു. കസ്റ്റമർ മേടിച്ചുകൊണ്ട് വന്നു. അപ്പം നല്ല കമ്പനി സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം 4 വീല് ബ്രേക്കും സസ്പെൻഷൻ വർക്കും എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് വിടുന്നതായിരിക്കും. അപ്പോൾ സ്വിഫ്റ്റ് 2012 മോഡലാണ്. ഇതിൻ്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓണേഴ്സ് വണ്ടിയെ ടാക്സി ആക്കിയതാണ് കേട്ടോ. അപ്പോൾ എയർ ബാഗ് വരത്തില്ല. നോർമൽ 2012 നോർമൽ ഒരു വാഹനമാണ്. അപ്പോൾ ഏകദേശം കിലോമീറ്റർ എനിക്ക് തോന്നുന്നു 82,785 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ഷേ കിലോമീറ്റർ മറിച്ചതായിരിക്കാം മിക്കവാറും. വണ്ടി സസ്പെൻഷൻ മൊത്തം പോയി കിടക്കുകയാണ് കേട്ടോ. നമ്മൾ സ്റ്റിയറിംഗ് ആട്ടുമ്പോൾ തന്നെ ഈ ടിക്കിന് സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റിയറിംഗ് ബോക്സ് മൊത്തം പോയി. ഏകദേശം 1,00,000 കിലോമീറ്റർ കഴിഞ്ഞ വണ്ടിക്കാണ് ഇതുപോലെയൊക്കെ സംഭവിക്കാറുള്ളത്. പിന്നെ രണ്ടാമത്തെ കേസ് പറയുകയാണെങ്കിൽ എൻ്റെ സസ്പെൻഷൻ നമ്മൾ നോക്കി ഓടിയില്ലെങ്കിലും കംപ്ലയിൻറ്റ് വരാം. അപ്പോൾ സ്റ്റിയറിംഗ് ബോക്സ് മൊത്തം പോയി. അതിൻ്റെ റാക്ക് പുഷ് പണിഞ്ഞിടാൻ പറ്റത്തില്ല. ഇത് പഴയ ടൈപ്പല്ല, ടൈപ്പ് 2 വണ്ടിയാണ്. അപ്പോൾ സ്റ്റിയറിംഗ് ബോക്സ് നമുക്ക് സെറ്റായിട്ട് മാറാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗിൻ്റെ ഐ ഷാഫ്റ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യും. ഇതിനോടൊപ്പം അതെല്ലാം ഊരിയതിന് ശേഷമാണ് നമുക്ക് സ്റ്റിയറിംഗ് ബോക്സ് മാറേണ്ടത്. ഫ്രണ്ട് റാമിലിട്ട് നമുക്ക് ജാക്കിയൊന്നും വെക്കാത്തതിന് സസ്പെൻഷൻ എന്തൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അത് എന്താണെന്ന് കാണിക്കാം നേരെ വീഡിയോയിലേക്ക്. ആദ്യം തന്നെ സ്റ്റിയറിംഗ് ബോക്സ് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ തന്നെ സ്റ്റിയറിംഗ് നല്ല രീതിക്ക് വൈബ്രേഷൻ, നല്ല രീതിക്ക് അടിയുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് തിരിക്കുമ്പോഴും സ്റ്റിയറിംഗ് വെട്ടുമ്പോഴും നമുക്ക് ടിക്കുന്ന സൗണ്ട് അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ അതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് ഏകദേശം കംപ്ലയിൻ്റ് ആയി മൊത്തം പോയിട്ടുണ്ട്. നമുക്ക് വാഹനത്തിൻ്റെ അടി സൈഡിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അങ്ങനെയാണെന്ന്. അങ്ങനെ നമ്മൾ വാഹനം റാമ്പിലിട്ടായിരുന്നു. റാമ്പിലിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഒന്ന് സ്റ്റിയറിംഗ് പ്ലേ ആയിട്ട് നോക്കുമ്പോൾ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ അവിടെ നിന്ന് നല്ല രീതിക്ക് സൗണ്ട് ഫീൽ ചെയ്യാൻ പറ്റും. സ്റ്റിയറിംഗ് പ്ലേ ആയിട്ടോ ഈ കാണുന്ന ക്രോസിലാണ് സ്റ്റിയറിംഗ് ബോക്സ് വരുന്നത്. കണ്ടോ, ഭയങ്കരമായിട്ടുള്ള സൗണ്ടാണ് എന്ന് വെച്ചാൽ റാക്കും പിന്നീനും അടിക്കുന്ന സൗണ്ടാണ്. മൊത്തത്തിൽ പോയിട്ടുണ്ട്. ഇതാണ് സ്റ്റിയറിംഗ് ബോക്സിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് സ്റ്റിയറിംഗ് റാക്ക് എൻഡ്. അപ്പോൾ ഇതെല്ലാം മാറണം. ലിങ്ക് ബാലൻസ് ബുഷ് പോയിട്ടുണ്ട്, അത് മാറണം. വണ്ടി ഒന്ന് ആട്ടിക്കേ. വണ്ടി ഒരാൾ മേളിൽ നിന്ന് ആട്ടുമ്പോൾ വണ്ടി ലെഫ്റ്റ് റൈറ്റിലോട്ടും ടിക്കുന്ന സൗണ്ട് ഉണ്ടെങ്കിൽ ഈ ലിങ്കർ അവിടെ പോയിട്ടുണ്ട്. സൗണ്ട് കേൾക്കാം. കണ്ടോ ഈ സൗണ്ട് കേട്ടോ. ഈ സൗണ്ട് പോയെന്ന് വെച്ചാൽ ലിങ്കർ റോഡ്. വണ്ടി ജസ്റ്റ് ഒന്ന് അനങ്ങുമ്പോൾ തന്നെ ടിക്കുന്ന സൗണ്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാം ലിങ്കർ റോഡാണ് പോയിട്ടുള്ളതെന്ന്. പിന്നെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റഡ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മതി, വണ്ടി ആട്ടിയത് മതിയാവും. നമുക്കിത് ഇളക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് മൊത്തം ഇളക്കണം. എന്ന് വെച്ചാൽ ക്രോസ് ഇളക്കണം. ഈ ക്രോസിലാണ് സ്റ്റിയറിംഗ് ബോക്സ്, ലോവർ ആം, ബാലൻസ് റോഡ്, ബുഷ്, ലിങ്ക് റോഡ് ഇതൊക്കെ വരുന്നത്. അതിനുശേഷം നമുക്ക് സ്റ്റഡ് ഇളക്കണം. സ്റ്റഡ് പോയിട്ടുണ്ട്. സ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കട്ടറിൽ കയറുമ്പോൾ വണ്ടി ഭയങ്കരമായിട്ട് ജെർക്കിംഗ് ആണ്. എന്നിട്ട് ഷോക്ക് അബ്സർ വർക്ക് ആവാത്തുള്ള രീതിയാണ് ഈ ഒരു വാഹനം ഓടുന്നത്. അപ്പോൾ വാഹനം ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഈ സൈഡിലുള്ള ആക്ഷൻ കുറവായിരിക്കും. വണ്ടി താക്കുമ്പോൾ അറിയാൻ പറ്റും ആക്ഷൻ ഇല്ല. 2 സൈഡും നമ്മൾ നോക്കിയപ്പോൾ ആക്ഷൻ കുറവാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം സ്റ്റഡാണ് പോയിട്ടുള്ളത്. സ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഷോക്ക് അബ്സർ. സ്റ്റഡ് ഫുള്ളായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. സ്റ്റഡ് ബുഷ്, സ്റ്റഡ് മൗണ്ടിങ്ങും അതുപോലെ തന്നെ സ്റ്റഡ് മാത്രം. കോയിൽ സ്പ്രിങ്ങും കിറ്റും നമ്മൾ പഴയതായിരിക്കും യൂസ് ചെയ്യുന്നത്. കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്ത് മാറുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഇളക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് സ്റ്റഡിൻ്റെ ടോപ്പ് ക്യാപ്പാണ്. അപ്പോൾ സ്റ്റഡ് മൗണ്ടിങ് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. സ്റ്റഡ് മൗണ്ടിങ്ങിൻ്റെ ഗ്യാപ്പ് കണ്ടോ. അപ്പോൾ നല്ല രീതിക്ക് ഗ്യാപ്പുണ്ട്. ഫുൾ ടൈറ്റ് ചെയ്താലും സ്റ്റഡ് ഇടിച്ച് താഴ്ന്നു കഴിഞ്ഞാൽ റബ്ബർ ബുഷ് ഇടിച്ച് ഗ്യാപ്പ് കുറയുമ്പോൾ ഇതിലോട്ടുള്ള ഗ്യാപ്പ് കൂടുമ്പോൾ സ്റ്റഡ് ഇടി തുടങ്ങും. അങ്ങനെ വെച്ച് ഓടുമ്പോഴാണ് സ്റ്റഡ് കംപ്ലയിൻറ്റ് വരുന്നത്. എന്നുവെച്ചാൽ ആക്ഷൻ കുറഞ്ഞ് ഹാർഡാവുന്നത്. അപ്പം സ്റ്റഡ് മൊത്തത്തിൽ കംപ്ലയിൻറ്റ് വരും. ഇങ്ങനെ വെച്ച് ഒരുപാട് ഓടിക്കഴിഞ്ഞാൽ സ്റ്റഡ് സെറ്റായിട്ട് മാറേണ്ടി വരും. കോയിൽ സ്പ്രിംഗ് ഒക്കെ പൊട്ടിപ്പോകും. പിന്നെ കോയിൽ സ്പ്രിങ്ങിൻ്റെ ലോഡിൽ മാത്രമേ വാഹനം ഓടത്തുള്ളൂ. ഇത് നമുക്ക് റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡിൽ നല്ല രീതിക്ക് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഗ്യാപ്പ് ഒരുപാട് ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പ് സ്റ്റഡ് മൗണ്ടിങ് പോയതുകൊണ്ടാണ് ഗ്യാപ്പ് കൂടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പുതിയ മൗണ്ടിങ്ങും പുതിയ സ്റ്റഡൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഗ്യാപ്പ് കുറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ജാക്കി വെച്ചതിന് ശേഷം വീല് ടയർ ഒന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഒന്ന് പ്ലേ ആയിട്ട് നോക്കുമ്പോൾ കണ്ടോ വീല് നല്ല രീതിക്ക് ഷേക്ക് ആടുന്നുണ്ട്. അപ്പോൾ സ്റ്റിയറിംഗ് ബോക്സ് മൊത്തം പോയിട്ടുണ്ട്. ഇതിനകത്തുള്ള റാക്ക് എൻഡും അതുപോലെ തന്നെ ടയറോഡ് എൻഡും റാക്ക് പിന്നിനും എല്ലാം കംപ്ലയിൻ്റ് ആണ്.
സ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമുക്ക് എല്ലാം ഇളക്കിയിട്ട് നോക്കാം. അങ്ങനെ ഈ ഒരു ക്രോസ് നമ്മൾ ഇളക്കിയെടുത്തു. സ്റ്റിയറിംഗ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായി കാണുന്നതാണ് സ്റ്റിയറിംഗ് ബോക്സ്. ഈ ഒരു റാക്കൻ്റെ ഒക്കെ നല്ല രീതിക്ക് ഷേക്കാണ് കേട്ടോ, നല്ല ലൂസായി കിടന്ന് അടിക്കുകയാണ്. അതുപോലെ തന്നെ ടയറോഡ് എൻഡ് പോയിട്ടുണ്ട്. ഈ എൻഡ് ടയറോഡ് എൻഡ് ഇതിലായിരിക്കും വീൽ അലൈൻമെൻറ്റ്, ഈ ത്രെഡിലാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വീലിനെ സ്റ്റഡി ആക്കുന്നത് ഇതിലാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ലിങ്ക് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. ലിങ്ക് റോഡ് നല്ല ലൂസായി പോയിട്ടുണ്ട്. ടിക്ക് ടിക്കിന് സൗണ്ട് വന്ന നേരത്തെ ഇതാണ് ഈ ഒരു ലിങ്ക് റോഡ്. നമുക്കിപ്പോൾ ആട്ടുമ്പോൾ തന്നെ സൗണ്ട് കേട്ടോ, ടിക്ക് ടിക്ക് തന്നെ. ഇതിപ്പോൾ ലൂസാണ്. അതുപോലെ തന്നെ ബോൾ ജോയിൻറ്റ് പോയിട്ടുണ്ട്. ബോൾ ജോയിൻറ്റ് ലോവർ ആം ബുഷൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം, പക്ഷേ സെറ്റായിട്ട് മാറിയ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇതാണ് ബാലൻസ് റോഡ്. ഈ ബാലൻസ് റോഡ് ബുഷ് തേഞ്ഞ് എന്ന് വെച്ചാൽ ഇത് വർക്കായി താഴോട്ടും മേലോട്ടും വർക്കായി ഈ ബാലൻസ് റോഡ് ബുഷ് ഓവലാവും. എന്ന് വെച്ചാൽ ഹോൾ ഓവലായി പോയി കഴിഞ്ഞാൽ ഇത് ലൂസായി കഴിഞ്ഞാൽ അടി ഉണ്ടാവും. അപ്പോൾ ബാലൻസിങ് കറക്റ്റ് കിട്ടത്തില്ല. പിന്നെ മെയിൻ സാധനം സ്റ്റിയറിംഗ് ബോക്സാണ്. സ്റ്റിയറിംഗ് ബോക്സിൻ്റെ നേരത്തെ പറഞ്ഞ റാക്കൻ്റെ അതുപോലെ ടയറോഡുണ്ട്, റാക്കും പിനിയനും എല്ലാം കംപ്ലൈൻ്റ് ആണ്. സെറ്റായിട്ട് നമുക്ക് മാറി കൊടുക്കണം. 2 ബോൾട്ട് അതിൽ വരുന്നുള്ളൂ കണ്ടോ, ഒരു 17 2 ബോൾട്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടോ സോന, ഇത് മാരുതിയിൽ കമ്പനി ഫസ്റ്റ് ഇറങ്ങിയ ടൈപ്പാണ് കേട്ടോ. സോന എന്ന് പറഞ്ഞ സ്റ്റിയറിംഗ് ബോക്സാണ് കമ്പനി വരുന്നത്. റാണെ വരും, അതുപോലെ തന്നെ ടാൽബ്രോസും. ഈ 3 കമ്പനി ആയിരിക്കും മാരുതി സുസുക്കിയിൽ കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഫിക്സ് ചെയ്തിട്ട് നോക്കാം. അത് കഴിഞ്ഞ് ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് സ്റ്റഡ് ഇളക്കേണ്ടത്. പിന്നെ കാലിബർ അടിയുണ്ട്, ബ്രാക്ക് പേഡ് കാലിബർ ടിക്കൻ അടിയുണ്ട്. ഈ പിന്നെ ഓവലാകുമ്പോൾ നമുക്കൊന്ന് ഷിം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടി മാറും. പിന്നെ നമുക്കിതിൽ ചേഞ്ച് ചെയ്യേണ്ടത് ബ്രാക്കൊന്നും വേറെ വിഷയമൊന്നുമില്ല. ബ്രാക്കെല്ലാം ക്ലീൻ ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്താൽ മാത്രം മതി. ബാക്ക് റിയർ സോക്കപ്സിൻ്റെ ഇടയ്ക്ക് കസ്റ്റമർ മാറിയതാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു വീൽ ബോൾട്ട് കംപ്ലൈൻ്റ് ഉണ്ട്. ഒരു വീൽ സ്റ്റഡ് ആണോ, വീൽ ബോൾട്ട് ഒരെണ്ണം ത്രെഡ് പോയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ചേഞ്ച് ചെയ്യണം. വലിയ പാടൊന്നുമില്ല, വലിയ എളുപ്പമാണ്. അതുപോലെ തന്നെ റേറ്റും കുറവാണ് വീൽ ബോൾട്ടിന്. 50-60 രൂപ റേറ്റുള്ള വീൽ ബോൾട്ടിൻ്റെ ഇട്ടൊക്കെ. അപ്പോൾ ഇത് നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഹാൻഡ് ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്യണം. അങ്ങനെ നമ്മൾ അത്യാവശ്യം സ്പെയർ എല്ലാം മേടിച്ചായിരുന്നു കേട്ടോ. സ്പെയർ ഒരു സസ്പെൻഷൻ വർക്കിലുള്ള കംപ്ലീറ്റ് സ്പെയർ നമ്മൾ മേടിച്ചായിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ വരണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ സ്റ്റിയറിംഗ് ബോക്സ് ആണ് വരുന്നത്. സ്റ്റിയറിംഗ് ബോക്സ് നമുക്ക് 3 കമ്പനിയാണ് ഓൾറെഡി നമുക്കിവിടെ ഉള്ളതെന്ന് വെച്ചാൽ റാണെ എന്ന് പറഞ്ഞ കമ്പനി, സോന, അതുപോലെ തന്നെ ടാൽബ്രോസ്. അപ്പോൾ 3 കമ്പനി ആയിരിക്കും നമ്മുടെ മാരുതി ജനുവിനിൽ കയറി വരുന്നത്. അവർക്ക് 3 കമ്പനി, ഏതെങ്കിലും ഒരു വാഹനത്തിന് 3 കമ്പനി ആയിരിക്കും നമ്മൾ കൂടുതലും നോക്കിയിട്ടുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് ബോക്സ് MGPയിൽ വരുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ ഇതേ സെയിം സാധനം തന്നെ MGP പാക്കറ്റിൽ വരുമ്പോൾ 1000 രൂപ ഡിഫറൻസ് ഉണ്ടാകും, 1000-1200 രൂപ ഡിഫറൻസ് ഉണ്ടാകും, കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ കസ്റ്റമറിനോട് കാര്യം പറഞ്ഞു കൊടുക്കും. പിന്നെ ബാക്കിയുള്ള അവർ ഇഷ്ടം പോലെ നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നതായിരിക്കും. ചിലവർക്ക് ഒറിജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒറിജിനൽ തന്നെ വേണം. പക്ഷേ ഈ ഒരു സാധനമാണ് അതിൽ കയറി വരണമെന്ന കാര്യം മനസ്സിലാക്കാൻ പാടായിരിക്കും. അപ്പോൾ നമ്മൾ കസ്റ്റമറിനോട് കാണിച്ചു കൊടുക്കുന്നത് ചിലതിൽ ഈ ഒരു റാണെ, സോന എന്നതിൽ തന്നെ മാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ടാൽബ്രോസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ടാൽബ്രോസ് എന്ന് പറഞ്ഞ കമ്പനി ഇതായി കാണുന്ന ടാൽബ്രോസ്. അങ്ങനെ MGPയിൽ ചില സ്റ്റിയറിംഗ് ബോക്സിൽ ഇതായി കാണുന്നത് പോലെ ജെ-ടെക് എന്ന് പറഞ്ഞ കമ്പനി ആയിരിക്കും എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ടാൽബ്രോസിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 8299 രൂപയാണ് കേട്ടോ റേറ്റ് വരുമ്പോൾ. ഇതിൻ്റെ പാർട്ട് നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്വിഫ്റ്റ് ടൈപ്പ് 2, ഡിസയർ, എർട്ടിഗ, സിയാസ്, ഇത് 3നും സെയിം ആണ് കേട്ടോ. ഈ ഒരു സ്റ്റിയറിംഗ് ബോക്സ് ടൈപ്പ് 2 വരുമ്പോൾ. അപ്പോൾ സ്റ്റിയറിംഗ് ബോക്സ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് ബോക്സും MGPയും കൂടി റേറ്റ് വ്യത്യാസം വരുമ്പോൾ 1200 രൂപ റേറ്റ് കൂടുതലായിരിക്കും MGPയിൽ വരുമ്പോൾ. ഈ കമ്പനി എടുത്തു കഴിഞ്ഞാൽ റേറ്റ് കുറച്ചുകൂടി കുറയ്ക്കാൻ പറ്റും, കടയിൽ നിന്ന് കുറച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ രണ്ടാമത് നമ്മൾ സ്റ്റഡാണ് എടുത്തിട്ടുള്ളത്. സ്റ്റഡ് 2 എടുത്തിട്ടുണ്ട്. സ്റ്റഡ് ഗബ്രിയലിൻ്റെയാണ്, ഗ്യാസ് ടൈപ്പാണ് വരുന്നത്. ഗ്യാസ് ടൈപ്പ് ആയതുകൊണ്ടാണ് ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. താഴ്ത്തി വെച്ചിട്ട് ഇത് എടുത്ത് വിടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹൈറ്റ് കൂടി വരുന്നതായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് ഗബ്രിയൽ കഴിഞ്ഞ ദിവസം നമ്മൾ മാറിയായിരുന്നു വേറൊരു വണ്ടിക്കും. ഗബ്രിയലിൻ്റെ സ്റ്റഡ് മാത്രമായിട്ട് 1906 രൂപയുടെ റേറ്റ് വരുമ്പോൾ 2 സ്റ്റഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റഡ് മൗണ്ടിങ് ഗബ്രിയലിൻ്റെ എടുത്തിട്ടുണ്ട്. ഈ ഒരു മൗണ്ടിങ് ആണ് ഏകദേശം 385 രൂപ റേറ്റ് ഉണ്ട്. അതും ഗബ്രിയലാണ് 2 പിന്നെ ബാലൻസ് റോഡ് ബുഷ് 144 രൂപ. പിന്നെ ലിങ്ക് റോഡ് അതും നമ്മൾ ടാൽബ്രോസ് തന്നെ, കൂടുതലും ടാൽബ്രോസാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് യൂസ് ചെയ്തിട്ടുള്ളത്. 1199 രൂപ 2 ലിങ്ക് റോഡ്. ഈ ലിങ്ക് റോഡ് 2 പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വാഹനത്തിന്. ഇതേ കാണുന്നുണ്ട്. ഇത് സ്റ്റെബിലൈസർ ലിങ്ക് റോഡാണ്. നമ്മുടെ വീല് ബാലൻസ് ചെയ്ത് നിർത്തി ബാലൻസ് റോഡിൽ കൂടി നേരെ സ്റ്റെബിലൈസിങ് സ്റ്റഡിലായിരിക്കും വരുന്നത്. അതാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ലിങ്ക് റോഡ് ഘടിപ്പിക്കണം സ്റ്റഡിൽ. അപ്പോൾ 2 വേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ മെയിൻ സാധനം ലോവറാമാണ്. ലോവറാമും ടാൽബ്രോസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡാണ് കേട്ടോ ടാൽബ്രോസ്. 2 ലോവറാം നമ്മൾ എടുത്തിട്ടുണ്ട്. ലോവറാമിൻ്റെ ബുഷെല്ലാം കട്ടായി പോയിട്ടുണ്ട്. ലോവറാം ബോൾ ജോയിൻറ്റ് പോയിട്ടുണ്ട്. ഏകദേശം 1761. ഇത് സിയാസ്, സ്വിഫ്റ്റ് ഇതെല്ലാം സെയിം ആണ് കേട്ടോ, എർട്ടിഗ. അപ്പോൾ ഇത് 2 ലോവറാം, സ്റ്റിയറിംഗ് ബോക്സ്, 2 സ്റ്റഡ്,
2 ലിങ്ക് റാഡ്, 2 സ്റ്റഡ് മൗണ്ട്, ബാലൻസ്ഡ് ബുഷ്, വേസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് സസ്പെൻഷൻ വർക്കിൽ വരുമ്പോൾ. സ്റ്റഡ് കിറ്റും നമ്മൾ എടുത്തിട്ടില്ല, സ്റ്റഡ് കോയിൽ സ്പ്രിങ് നമ്മൾ എടുത്തിട്ടില്ല, അത് നമ്മൾ പഴയ തന്നെ യൂസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ സ്പെയർ. അങ്ങനെ പുതിയ സ്റ്റീറിംഗ് ബോക്സും ലോവർ ആം, 2 ലിങ്ക് റാഡ്, 2 ബാലൻസ്ഡ് ബുഷ്, മൊത്തത്തിൽ 7 ഐറ്റം പാർട്സാണ് ഈ ഒരു ക്രോസിൽ നമ്മൾ സെറ്റ് ചെയ്തത്. ഇത് നമ്മൾ നീളമുള്ള ബോൾട്ടും നീളം കുറഞ്ഞ ബോൾട്ടും വരും കേട്ടോ ഈ ഒരു ലോവർ ആമിൽ. അപ്പോൾ 2 ബോൾട്ട് നമ്മൾ ഇമ്പാക്ടർ ഗണ്ണ് വെച്ച് നല്ലതുപോലെ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ലിങ്ക് റാഡ് ഇത് ബോൾട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗം സ്റ്റഡിലായിരിക്കും വരുന്നത്. സ്റ്റീറിംഗ് ബോക്സ് 2 ബോൾട്ടും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ബാലൻസ്ഡ് ബുഷും 2ഉം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമുക്ക് ക്രോസ് 4 ബോൾട്ട് വരും. 4 ബോൾട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റീറിങ്ങിൻ്റെ ഐ ഷാഫ്റ്റ് ഉണ്ട്. ആ ഷാഫ്റ്റ് ഇതിലായിരിക്കും ഘടിപ്പിക്കും. മില്ലിങ്ങിൽ കയറി ഒരു ബോൾട്ട് കുറുക്കെ ക്രോസായിട്ട് കയറി ഇത് ലോക്കായി കിടക്കും. അപ്പോൾ അത് സ്റ്റീറിങ് വർക്ക് ചെയ്യാനുള്ള ഷാഫ്റ്റാണ്. അപ്പോൾ അത് കാണാൻ എങ്ങനെയാണ്. ഇതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോസ് കയറ്റിയതിന് ശേഷം മാത്രമാണ് സ്റ്റഡ് സെറ്റ് ചെയ്യേണ്ടത്. 7 ഐറ്റം പാർട്സാണ് ഇതിൽ നമുക്ക് ഈ ഒരു ക്രോസിൽ സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ക്രോസ് ഇളക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്രോസിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റീറിങ്ങിൻ്റെ ഐ ഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ജോയിൻ്റ് എന്ന് പറയും. ഇതായി കാണുന്ന ഷാഫ്റ്റ് ഉണ്ടോ, ഈ ഷാഫ്റ്റാണ് സ്റ്റീറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ തിരിച്ച് സഹായിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെയായിരിക്കും വരുന്നത് കണ്ടോ. ഇതിങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഈ ഒരു ബോൾട്ട് ഇതിനകത്തോടെ ഒരു ക്രോസ് ആയിട്ടൊരു ബോൾട്ട് കയറ്റും. ഈ ബോൾട്ട് ഇതിൻ്റെ ഒരു പൊഴി കൂടി കയറി ലോക്കായി നിൽക്കും ഈ ഒരു മില്ലിങ്. പിന്നെ മില്ലിങ് കറങ്ങത്തില്ല, മില്ലിങ് ടൈറ്റായി അവിടെ ഇരിക്കും. അപ്പോൾ ഇതിൽ ഗ്രീസൊക്കെ വെച്ചായിരിക്കും കമ്പനി വരുന്നത് പുതിയ സ്റ്റീറിംഗ് ബോക്സിൽ. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് കയറി പോകും. ഇതാണ് സ്റ്റീറിംഗ് യൂണിവേഴ്സൽ കേട്ടോ. സ്റ്റീറിംഗ് യൂണിവേഴ്സൽ ഐ ഷാഫ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ സ്റ്റീറിംഗ് ഉടക്ക് ഏതെങ്കിലും ഈ ഭാഗം കണ്ടോ, 2 സൈഡും അപ്പ് ആൻഡ് ഡൗൺ എന്ന് വെച്ചാൽ ലെഫ്റ്റ് റൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ യൂണിവേഴ്സലായി സ്റ്റാറും കപ്പും പോലെ തിരിയണം. ഇത് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ സ്റ്റീറിംഗ് ടൈറ്റ് വരും. എന്ന് വെച്ചാൽ ഒരു സൈഡ് മാത്രമേ ഈ സൈഡ് മാത്രമേ വർക്ക് ആവത്തുള്ളൂ. ഈ സൈഡ് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റീറിംഗ് വിട്ടുള്ള ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും സ്റ്റീറിംഗ് യൂണിവേഴ്സിലായിരിക്കും കംപ്ലയിൻറ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇതിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് ഇതിലോട്ട് സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കും. അങ്ങനെ ഇതിൽ കിടന്നിരുന്ന സ്റ്റഡ് നമ്മൾ ഇളക്കിയെടുത്തായിരുന്നു. സ്റ്റഡ് ഫുൾ സെറ്റ് എടുക്കുകയാണെങ്കിൽ റേറ്റ് അധികം, ഏകദേശം 4000 രൂപയ്ക്ക് മുകളിൽ റേറ്റ് വരും. ഒരു സൈഡ് വരുമ്പോൾ 2 സൈഡും കൂടി വരുമ്പോൾ 8 രൂപയ്ക്കകത്ത് വരും. പക്ഷേ നമ്മൾ 2000 രൂപയ്ക്കകത്ത് മാത്രമേ വരുന്നുള്ളൂ ഒരു സ്റ്റഡ് മാത്രമായിട്ട്. കോയിൽ സ്പ്രിങ് നമുക്ക് പഴയതിട്ട്, അതുപോലെ തന്നെ ബൂട്ടും പിന്നെ ബെയറിങ്ങും. കിറ്റ് എന്ന് പറഞ്ഞാൽ ബൂട്ടും ബെയറിങ്ങാണ് കിറ്റ് എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് പഴയതിട്ട് മൗണ്ടിങ്ങും കൂടി പുതിയതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2300 രൂപയ്ക്കകത്ത് ഒരു സൈഡുള്ള പണി കഴിയും. അപ്പോൾ 4500 ഇവിടെ കിടക്കുന്നു ഫുൾ സെറ്റ്, അതുപോലെ തന്നെ 2300 ഇവിടെ കിടക്കുന്നു. അപ്പോൾ അത്രയും റേറ്റ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ മാറിയാൽ മതി. ഈ കോയിൽ സ്പ്രിങ്ങിന് പെട്ടെന്നൊന്നും കംപ്ലയിൻറ്റ് വരത്തില്ല. നമുക്ക് ഈ ഒരു പഴയ സ്റ്റഡിലോട്ട് പുതിയ സ്റ്റഡിലോട്ട് ഈ കോയിൽ സ്പ്രിങ്ങും അതുപോലെ തന്നെ പുതിയ മൗണ്ടിങ്ങും പുതിയ പഴയ ബെയറിംഗ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഈ ഒരു കോയിൽ സ്പ്രിങ്ങിനെ ചുരുക്കണം. എന്ന് വെച്ചാൽ കംപ്രസ് ചെയ്ത് ചുരുക്കണം. എന്ന് വെച്ചാൽ ഇതിൽ വരുന്ന കോയിൽ സ്പ്രിങ് കംപ്രസറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് 2 സൈഡ് വിട്ട് കംപ്രസ് ചെയ്ത് ലോഡ് ചെയ്ത് നിർത്തിയിട്ട് വേണം ഈ ഒരു നെട്ട് ഇളക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെ നെട്ട് ഇളക്കി കഴിഞ്ഞാൽ കോയിൽ സ്പ്രിങ്ങോട് തെറിച്ച് വലിയൊരു അപകടം ഉണ്ടാകും. അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെയാണ് എല്ലായിടത്തും ചെയ്യുന്നത്. ഇങ്ങനെയായിരിക്കും. അപ്പോൾ കെയർഫുള്ളായിട്ട് ചെയ്യുക. സ്വന്തമായിട്ട് ആരും അനുകരിക്കരുത്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ടൂൾസ് മേടിച്ച് സ്വന്തമായിട്ട് ആരും ചെയ്യരുതെന്ന് വെച്ചാൽ ഓരോ ടെക്നിക്കൽ പരമായിട്ട് ഓരോ കാര്യങ്ങളുണ്ട്. അത് കറക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് ഓരോ വർക്കുകൾ ചെയ്യാൻ പറ്റൂ. വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകാൻ സ്വന്തമായിട്ടും ആരും അനുകരിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയാനായിട്ട്. നിങ്ങൾ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് എത്രയാവും റേറ്റൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റഡും മാറേണ്ടത്. അടുത്ത കോയിൽ സ്പ്രിങ് കിട്ടും. കോയിൽ സ്പ്രിങ് കംപ്രസർ, റിംഗ് കംപ്രസർ എന്ന് പറയും. അപ്പോൾ രണ്ടും ഒരു മേളിലൊരു നെട്ടുണ്ട്. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ത്രെഡ് കയറി ചുരുങ്ങി കംപ്രസർ കോയിൽ സ്പ്രിങ് ചുരുങ്ങി താഴോട്ട് വരും. അപ്പോൾ അത് ലോഡ് ചെയ്ത് നിർത്തിയിട്ട് വേണം നമുക്ക് ഇത് ഇളക്കാനായിട്ട്. ഒന്നുള്ളയോ കാണിക്കാം അങ്ങനെയാണെന്ന് കണ്ടോ. ഇത് നമുക്ക് ഫുള്ളായിട്ട് ഗണ്ണ് വെച്ച് അടിപ്പിക്കും തോറും ഇത് കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ മെത്തേഡായിട്ടുണ്ട് കേട്ടോ, ഓരോരോ ടൂളായിട്ടുണ്ട്. നമ്മളായിരിക്കുന്നത് ഈ ഒരു കംപ്രസറാണ്, റിംഗ് കംപ്രസർ. രണ്ട് ഒരുപോലെ ടൈറ്റ് ചെയ്യുക. ഒരെണ്ണം കൂടിയും കുറഞ്ഞും വന്നു കഴിഞ്ഞാൽ കണ്ടോ. ഇപ്പോൾ കോയിൽ സ്പ്രിങ് ഫ്രീ ആയി. ഇതും കൂടി കുറച്ചും ടൈറ്റ് ചെയ്യും കണ്ടോ. മേൽഭാഗത്ത് ഇത് ഫ്രീ ആയതുണ്ടോ, മേളിൽ ലൂസായി. അപ്പോൾ ഇതും ലൂസാവും. ഈ നെട്ടിളക്കിയിട്ട് ഇത് നമുക്ക് ഊരിയെടുക്കാം മൊത്തത്തിൽ. അപ്പോൾ എപ്പോഴും നമ്മൾ കോയിൽ സ്പ്രിങ് കംപ്രസ് ചെയ്ത് വെച്ച് വേണം ഈ ഒരു സ്റ്റഡ് ഇളക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ സ്റ്റഡ് ഈ കോയിൽ സ്പ്രിങ്ങിൻ്റെ ലോഡ് തീർച്ചങ്ങ് പോകും. മേളിൽ വന്ന് അടിക്കും. നമ്മളെ മുഖമൊക്കെ ഇരിക്കണമെങ്കിൽ മുഖത്തൊക്കെ വന്ന് അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം വൻ ഡേഞ്ചറാണ്. ഓക്കെ, നെട്ടിളക്കി. ഇതാണ് പഴയ സ്റ്റഡ് മൗണ്ടിങ്, സ്റ്റഡ് ബുഷ്, സ്റ്റഡ് മൗണ്ട് എന്ന് പറയും. അപ്പോൾ ഇതിലൊരു ബെയറിങ്ങും
വാഷറും ഉണ്ട്. ആ ബെയറിങ് അഴിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ പുതിയ ഗ്രീസ് സെറ്റ് ചെയ്യണം. അത് ക്യാപ്പുണ്ട്. അടുത്ത സ്റ്റഡ് ബുഷുണ്ട്. ഇതേ കാണുന്ന ബുഷ് എന്ന് വെച്ചാൽ ഇടിച്ച് താഴ്ന്ന് പോയി കഴിഞ്ഞാൽ ഇതിൽ വന്ന് ലോക്ക് ആവാൻ വേണ്ടിയുള്ള ബുഷാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ കോയിൽ സ്പ്രിങ് കംപ്ലൈൻറ്റ് വരും. അതിന് ശേഷമാണ് ഈ ബൂട്ട് ഇളക്കി വിട്ടതിന് ശേഷം നമുക്ക് സെറ്റായിട്ട് ഊരിയെടുക്കേണ്ടത്. കണ്ടോ ഈ ബൂട്ടും. അപ്പോൾ നമുക്ക് ഊരിയെടുത്തിട്ട് നമുക്ക് വർക്കിംഗ് നോക്കാം. എന്ന് വെച്ചാൽ ഇത് അത്ര വർക്കിംഗ് ഇല്ല, പകുതി വർക്കിങ്ങേ ഉള്ളൂ. കണ്ടോ പൊങ്ങി വരാനൊക്കെ ഭയങ്കര താമസമാണ്. സ്റ്റക്കായി നിൽക്കും ചില സമയത്തൊക്കെ. സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ ഇത് വർക്കാകത്തില്ല. പിന്നെ ഭയങ്കര തെറുപ്പായിരിക്കും വണ്ടി ഓടിക്കാൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം. നമുക്ക് സെറ്റായിട്ട് മാറാം. ഇതിനകത്ത് കുറച്ച് ഓയിലും ഉണ്ട്, ഗ്യാസും ഉണ്ട്. ഗ്യാസും ഓയിലും കൂടി വർക്ക് ചെയ്യുമ്പോഴാണ് ഭയങ്കര ഒരു സ്മൂത്ത് വരുന്നത്. ഇത് കട്ടറിലൊക്കെ ഒരുപാട് ഓടി സ്മൂത്തായിട്ട് റൺ ചെയ്യാത്തത് കൊണ്ടും അതുപോലെ തന്നെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടുമാണ് ഈ സ്റ്റഡൊക്കെ പെട്ടെന്ന് പോകുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പുതിയ വാഹനം എടുത്തതിന് ശേഷം മാക്സിമം ഓടി മുതലാക്കില്ല, വണ്ടി ഓട്ടോ ഇല്ല ഒതുക്കിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റ് വരും. ഇതിനകത്തുള്ള ഗ്യാസ് ലീക്കായി പിന്നെ സ്റ്റഡ് വർക്കാവാതെ വരും. ഭയങ്കരമായിട്ട് ഹാർഡാവും, ഒട്ടും വർക്ക് ചെയ്യത്തില്ല. അതുപോലെ തന്നെ വണ്ടി ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റഡ് ഇവിടെ വെച്ച് ചെറിയ ബെൻഡ് വന്നു കഴിഞ്ഞാലും സ്റ്റഡ് കോണി വർക്കാവും, ഇത് ജാമായിരിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമുക്ക് സെറ്റായിട്ട് നേരത്തെ എടുത്ത് വെച്ചാൽ സെറ്റായിട്ട് എടുക്കുക. പഴയതായിട്ടുള്ള വർക്കിംഗ് നമുക്ക് ലോക്ക് എടുത്ത് നോക്കാം. കൈയെടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹൈറ്റ് കൂടി വരും. കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് ഹൈറ്റ് കൂടി. ഇത് താത്ത് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ ഹൈറ്റ് കൂടിയും വരും. എന്ന് വെച്ചാൽ ഗ്യാസും ഓയിലും ഉള്ള ടൈപ്പാണ്. നല്ല സ്മൂത്തായിരിക്കും. ഗബ്രിയലാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ വാഹനം ഭയങ്കര സ്മൂത്തായിരിക്കും. നമ്മൾ ആ കട്ടറിൽ വീണാലും ഓട്ടോമാറ്റിക്കായിട്ട് ഹൈറ്റ് കൂടി ഭയങ്കരമായിട്ട് സ്മൂത്തായിരിക്കും. നമ്മളെ ഷോക്ക് അബ്സർ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറയേണ്ടത്, നിങ്ങൾക്ക് ഒരു സൈഡ് സ്റ്റഡ് കംപ്ലയിൻ്റ് ആണെങ്കിൽ രണ്ട് സൈഡ് ഒരുമിച്ച് ഫ്രണ്ട് മാറിക്കൊടുക്കുക. ബാക്കും ഒരുപോലെ രണ്ടും കംപ്ലയിൻ്റ് ആണെങ്കിൽ ബാക്ക് രണ്ട് ഒരുമിച്ച് മാറിക്കൊടുക്കുക. സസ്പെൻഷൻ എപ്പോഴും സ്മൂത്ത് ആവണമെങ്കിൽ, സസ്പെൻഷൻ്റെ വീൽ അലൈൻമെൻറ്റ് കറക്റ്റ് ആവണമെങ്കിൽ സ്റ്റഡ് രണ്ടും ഒരെണ്ണം കംപ്ലയിൻ്റ് ആയ ഒരെണ്ണം തന്നെ മാറ്റാൻ ശ്രമിക്കരുത്. രണ്ടും ഒരുമിച്ച് മാറ്റി പോവുക. ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. നല്ല സ്മൂത്തായിരിക്കും. വീൽ അലൈൻമെൻറ്റ് കിടക്കും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ പുതിയ സ്റ്റഡ് സെറ്റ് ചെയ്ത് കോയിൽ സ്പ്രിങ് നല്ല ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തെടുത്ത് പഴയ ബൂട്ട് സെറ്റ് ചെയ്ത് ബെയറിങ് സെറ്റ് ചെയ്ത് പുതിയ മൗണ്ടിങ്ങും സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ്. ഇനി വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ. അങ്ങനെ പുതിയ സ്റ്റഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ ബെയറിങ്, പുതിയ സ്റ്റഡ് മൗണ്ട് എല്ലാം സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബെയറിങ്ങിൽ ഗ്രീസ് വെച്ചിട്ടുള്ളത് കേട്ടോ. പുതിയ ബെയറിംഗ് അല്ല, പഴയ ബെയറിംഗാണ്. സ്റ്റഡ് കിറ്റിൻ്റെ കൂടെ ബെയറിംഗ് കിട്ടത്തുള്ളൂ. അതിനും 10,600-700 റേറ്റ് ഉണ്ട്. രണ്ട് സൈഡും കൂടെ 1,400 ഉണ്ട്. പക്ഷേ ഇത് കംപ്ലയിൻ്റ് ഇല്ല. കംപ്ലയിൻ്റ് അങ്ങനെ പെട്ടെന്ന് വരത്തില്ല. ഈ മൗണ്ടിങ്ങും ഈ സ്റ്റഡുമാണ് പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി വാഹനത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. മേലൊരു ക്യാപ്പ് ഉണ്ട്, അതുകൂടെ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇറിവി ടൈറ്റായിട്ട് ഇരിക്കും. രണ്ട് സൈഡും നമുക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീൽ അലൈൻമെൻറ്റ് ചെയ്ത് കസ്റ്റമറിന് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അങ്ങനെ സ്വിഫ്റ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. നമ്മൾ വാഹനം ഓടിച്ച് നോക്കി. അത്യാവശ്യം നല്ല ഫ്രണ്ട് സൗണ്ടൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. സസ്പെൻഷൻ നോയ്സ് എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അലൈൻമെൻറ്റ് ചെയ്ത് കൊടുക്കണം കമ്പ്യൂട്ടറിൽ. നമ്മളിപ്പോൾ നൂല് പിടിച്ച് പഴയ രീതിയിലുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്തായിരുന്നു. വീൽ സ്റ്റഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റിയറിംഗ് സ്റ്റഡി ആവണമെങ്കിൽ നമ്മൾ അലൈൻമെൻറ്റ് ഷോപ്പിൽ തന്നെ പോയി ഒന്ന് സ്റ്റഡി ആക്കണം. നമ്മളിപ്പോൾ സ്റ്റിയറിംഗ് ലെവൽ ചെയ്യുകയാണെങ്കിൽ അലൈൻമെൻറ്റിൽ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ വീണ്ടും ഇളക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തത്. സ്റ്റിയറിംഗ് ബോക്സ്, ബാലൻസോടെ ബുഷ്, 2 ലിങ്ക് റാഡ്, 2 ലോവർ ആം, 2 സ്റ്റഡ് മൗണ്ടിങ്, കാലിബർ ഷിം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന കാലിബർ പിൻ അടി ഉണ്ടായിരുന്നു, അതിനകത്ത് ഷിം ചെയ്ത് അടി മാറിയിട്ടുണ്ട്. കാലിബർ കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡും ചെയ്തായിരുന്നു. എല്ലാം ഓക്കെയാണ്. നമുക്കിതിൽ ബ്രേക്കിൻ്റെ പരിപാടി, ഹാൻഡ് ബ്രേക്കിൻ്റെ പരിപാടി ഇതെല്ലാം നമ്മൾ ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ട് സസ്പെൻഷൻ വർക്ക് ചെയ്യേണ്ടത്. വളരെയധികം കോസ്റ്റ് കുറച്ച്. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യാനും 1,00,000 കിലോമീറ്റർ ലൈഫ് കിട്ടാനും നോർമലി ഓടുന്നൊരു വാഹനമാണെങ്കിൽ 1,00,000 കിലോമീറ്ററിൻ്റെ മേളിൽ ഓടും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വർക്കിന് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കാം. വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. സസ്പെൻഷൻ വർക്ക് ലോ കോസ്റ്റിൽ നമ്മൾ ചെയ്തെടുക്കാം. എല്ലാം ജെന്യൂൻ കയറുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് കൂടും. ഇതെല്ലാം ഇതേ പാർട്സാണ് ജെന്യൂനിൽ കയറി വരുന്നത് കേട്ടോ. റാണെ, സോണ, അത് തന്നെ ടാൽബ്രോസ്, ഇത് തന്നെ ഇതിൽ കയറി വരുന്നത്. ഗബ്രിയലിൻ്റെ സ്റ്റഡ് സൂപ്പറാണ്. വേറെ കംപ്ലയിൻറ്റ്, ഞാൻ വർഷങ്ങളോട് യൂസ് ചെയ്യുന്ന സ്റ്റഡാണ് ഗബ്രിയലിൻ്റെ. അപ്പോൾ അത് ഇതുവരെ ഒരു കംപ്ലയിൻറ്റും അങ്ങനെ വന്നിട്ടില്ല. റേറ്റും കുറച്ച് കിട്ടും. അപ്പോൾ റേറ്റ് ഇതെല്ലാം കൂടി ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ റേറ്റ് കുറച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാൻ വാങ്ങി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് തരാം ഷോപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കാം. അതിൽ മെസ്സേജ് അയക്കുക. ഇന്ന ദിവസം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലെ തൊട്ട് ഒരു ഉച്ച കഴിഞ്ഞ് നമുക്ക് തിരിച്ച് പോകാം എന്നുള്ളതാണ്. അപ്പം ഇത് ഓക്കെ. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക.